ഹായ്, എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചേച്ചി അല്ലെങ്കിൽ വിജിയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നോ ദൈവം സഹായിച്ച് ഞങ്ങളിവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നൊരു ദിവസം ദൈവം ദാനമായി തന്നു, അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയൊക്കെ കണ്ട് എല്ലാവരും കുറേ സജഷനൊക്കെ പറഞ്ഞു. ഞാൻ കുറേ പേരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ വീഡിയോ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അഖിലിൻ്റെ കമൻറ്റ് വന്നു. അഖിൽ പറയുന്നത് എൻ്റെ ചേച്ചിയെ എനിക്ക് ആ കുഞ്ഞിനെ കണ്ടിട്ട് സങ്കടം വരുന്നു, നിങ്ങൾ ഉടനെ ഞാൻ പറയും മോനെ 1-2 ആഴ്ച ആയുടെ ഈ സംഭവം കഴിഞ്ഞിട്ട് സാരമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അങ്ങ് പറയാം എൻ്റെ രക്തം തിളയ്ക്കുന്നു, എൻ്റെ കാല് വരുത്ത് കയറുന്നു. സത്യമാ ആരാന്നേലും അത് ഞാൻ ആ ഫോട്ടോ ഇട്ടത് കൊണ്ട് പറയുമ്പോൾ നമുക്ക് ഇത്രയും തോന്നത്തില്ലല്ലേ. ഇന്നലെ റീച്ചാൻ വന്നോണ്ട് ഞാൻ പറഞ്ഞ് കമൻ്റൊക്കെ വായിച്ച് കേൾപ്പിച്ചു. റീച്ചാൻ പറഞ്ഞ പേരൻസിനെ വിളിച്ച് താക്കീതൊക്കെ കൊടുത്തിയല്ലേ, ഇനി അങ്ങനെയൊന്നും ഉണ്ടാവത്തില്ലെന്ന് ടീച്ചർ പറഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് പ്രൈസമോനോട് ഒത്തിരി പേര് പറഞ്ഞു മോനിനി ആ കൊച്ചനോട് മിണ്ടാൻ പോകണ്ട. അപ്പോൾ ആ പാവം പറ ഇല്ല ഞാൻ മിണ്ടത്തില്ല. എന്തോ ചെയ്യാൻ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നമ്മൾ പലരും കമൻ്റ് ഇട്ടു പലരുടെ മക്കൾക്കും ഇതേ അനുഭവം ഉണ്ടാകുന്നത്. അതാ നമ്മുടെ മലയാളി കുഞ്ഞുങ്ങളെ നമ്മൾ മീൻസ് എന്താ പറയുന്നത്, ഇങ്ങനെ ഇത്തിരി ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്ത് തന്നെ അവർ ഡിപ്പെൻഡായിട്ട് നിൽക്കാൻ അവർക്ക് പറ്റത്തില്ല. ഇവിടുത്തെ പിള്ള ഞാൻ പറഞ്ഞില്ലേ, മഴയൊന്നുമില്ല വെയിലൊന്നുമില്ല, തന്നെ അങ്ങ് ഈ ഒരു 2-3 വയസ്സാകുമ്പോഴേ ഇതുങ്ങളെ തന്നെ അങ്ങ് ഇറക്കി അങ്ങ് വേണേ വിടൂ നിങ്ങൾ. അപ്പോൾ അവരങ്ങ് തന്നെത്താനങ്ങ് ഒറ്റയ്ക്ക് എല്ലാം ചെയ്യാനായിട്ട് അവർക്ക് എല്ലാവരും കഴിവുണ്ട്. പിന്നെ വീട്ടിൽ കാണിക്കുന്നതാ ഇവിടങ്ങളിലുള്ള ഈ നോർത്ത് ഇന്ത്യൻ്റെ ഒരു കുഴപ്പമുണ്ട്, ചെവിക്കന്നെ തടിക്കുന്നത്. അതും എൻ്റെ പോൾമോൻ്റെ പോൾമോനെ ഇവിടെ ഞങ്ങൾ ട്യൂഷൻ വിടുമായിരുന്നു. അവരും ടീച്ചർ ഞങ്ങൾ എന്നിട്ട് എന്ന് പറഞ്ഞു ടീച്ചർ അടിക്കുന്നതിന് ഞങ്ങൾക്ക് കുഴപ്പമില്ല, കമ്പം കൊണ്ടടിച്ചു. ചെവുക്കിനത്ത് കുഞ്ഞിൻ്റെ ഇപ്പോൾ കുഞ്ഞാനിപ്പോൾ ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ പോലും ആവാതെ ഒക്കെ ഉള്ള സമയത്ത് വിട്ട സമയത്ത് ചെവുക്കനെ തടിക്കുമായിരുന്നു. എല്ലാ പിള്ളേരും ഇതുങ്ങളുടെയൊക്കെ കുണം ഇതാ. അതാ ഈ പിള്ളേരും നമ്മുടെ കൂട്ടല്ല. നമ്മൾ ഇപ്പോൾ ഈ കുഞ്ഞടി കൊണ്ടിട്ട് വന്നിട്ട് നമ്മൾ പറയത്തില്ലല്ലോ തിരിച്ചടിക്കാൻ പറയും. പക്ഷെ പോൾമോൻ പറഞ്ഞ് തിരിച്ചടിക്കുന്നു. എന്നിട്ട് പോളിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പോളെ അങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കല്ലെന്ന്. പോട്ടെ, ഇനി മക്കളതാ എപ്പോഴും എൻ്റെ പ്രാർത്ഥന ഇതാ, കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നല്ല കൂട്ടുകാരെ കിട്ടണേ, നല്ല ടീച്ചർമാരെ കിട്ടണേ, അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. അവർ പോയിട്ട് വരുന്നിടം വരെ നമുക്കൊരു സമാധാനമില്ല. പിന്നെ എല്ലാവരും വീഡിയോ ഒക്കെ കാണണേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമുള്ളതൊക്കെ ഷെയർ ചെയ്യേ. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിൽ ഇടണേ. നീ എവിടെ പോകണം ഇപ്പം? പ്രീസമോന് പരീക്ഷ നടക്കുമോ? ഇന്ന് വന്ന ഉടനെ എൻ്റെ അടുത്ത് പറഞ്ഞു ഒത്തിരി പേര് സൈൻ തന്നെന്ന്. അപ്പോൾ ക്ലാസ് എല്ലാം കഴിഞ്ഞ് ഇനി എക്സാം എല്ലാം ഉണ്ട്. ഞാൻ ചോദിച്ചാൽ എന്തുവാ സൈൻ തന്നെ, എന്തുവാ? ഓട്ടോഗ്രാഫ്. എൻ്റെ ദൈവമേ, പൊട്ടേന്ന് വിരിയട്ടായിട്ട് ഓട്ടോഗ്രാഫ്. ഒരു ബുക്കിൻ്റെ പുറകിൽ കുറേ സൈൻ ചെയ്തുകൊണ്ട് വന്നേക്കുന്നത്. പിന്നെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. ഇങ്ങോട്ടൊന്നേ പിസമോനെ, ഇന്ന് സ്കൂളിൽ എന്തുണ്ടായിരുന്നു വിശേഷം? നല്ലതായിരുന്നു. എന്നിട്ട് എന്തോ മമ്മിക്ക് ഒരു ബുക്ക് കൊണ്ട് കാണിച്ചായിരുന്നല്ലോ, എന്തുവായിരുന്നു അത്? സൈനോ? ഫോട്ടോഗ്രാഫ്? ആരൊക്കെയായിരുന്നു? എന്നിട്ട് വേറൊന്നും പറഞ്ഞൊന്നുമില്ലാരും. അപ്പൊ അവൻ സൈൻ ഇട്ടോ ദേവേശ്? അവൻ്റെ പോയി മിണ്ടിയോ? എല്ലാ ആന്റിമാരും പറഞ്ഞില്ലേ മിണ്ടല്ലേന്ന്. ചേച്ചിമാരൊക്കെ പറഞ്ഞല്ലേ മിണ്ടല്ലെന്ന്. സാരമില്ല, സൈനിട്ട് ഇനി കൂടുതൽ മിണ്ടാനൊന്നും പോണ്ട കേട്ടോ. ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് നാളെയും കാണുമല്ലോ, എക്സാം ഉണ്ടല്ലോ. പക്ഷെ ദേവേഷ് കാണത്തില്ല. ദേവേഷ് പറഞ്ഞു ന്യൂ ക്ലാസ്സിലാണ്. ലാസ്റ്റ് ടൈം ക്ലാസ്സിലായിരുന്നു.
ഫസ്റ്റ് ടേമിനും ന്യൂ ക്ലാസ്സിനും. അല്ല, മോന് എക്സാം ഉണ്ടല്ലോ ഇനി 2-3 ദിവസം കൂടെ. അന്നേരം അവരുണ്ടല്ലോ നിന്റെ കൂടെ, വേറെ ക്ലാസ്സിൽ ഇരുത്തും. ആ ഓ അച്ഛാ, എല്ലാരെയും ഒരു ക്ലാസ്സിലല്ല. ഓ, അതുകൊണ്ടാണ് ഇന്ന് ഓട്ടോഗ്രാഫൊക്കെ തന്നത്. പിന്നെ ആൻറ്റിമാരെല്ലാം പറഞ്ഞു കേട്ടോ, മോൻ്റെ മായ സത്യൻ ചേച്ചി പറഞ്ഞ് പ്രൈസം കുഞ്ഞ് പോയി മിണ്ടരുത് ആ കൊച്ചിനോടൊന്നും, അങ്ങനെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ. പിന്നെ പോയി ഇംഗ്ലീഷ് പഠിക്കുക, അമ്മ എഡിറ്റ് ചെയ്യട്ടെ. ഇംഗ്ലീഷിനൊക്കെ അറിയാം. അയ്യോ, എല്ലാം അറിയാം. ഓക്കെ, ഓക്കെ. മമ്മിയുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, കമന്റും ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോ സബ്സ്ക്രൈബ് ചെയ്യുന്നത് അത് ചെയ്യണ്ട. സബ്സ്ക്രൈബ് ചെയ്തവര് ചെയ്യണ്ട, ചെയ്യാത്തവര് ചെയ്യണം. എന്നിട്ട് എന്നാലും നീ പറഞ്ഞില്ലേ നിന്നെ വഴക്ക് പറയുന്നോണ്ടാ മമ്മിയുടെ വീഡിയോ വ്യൂസ് ഇല്ലാത്തതെന്ന്. അത് മമ്മി പറഞ്ഞതാ കുറ്റമാണോ പറഞ്ഞത്? മോൻ ഷൂ ഇടാതെ പപ്പയുടെ പുറകെ മൊബൈലിൽ നടന്നോണ്ടല്ലേ മമ്മി അങ്ങനെ പറഞ്ഞേ? രാവിലെ തൊട്ട് മൊബൈലിതാ ഒരു ഗെയിം കളിക്കാര്. പിന്നെ ഒന്നുമില്ല. നീ ഒരു പാട്ട് പാടിക്കേ, ഒരു പാട്ട് പാടിയേ ഏതേലും. എന്താ പറയാ എന്താ ഇപ്പ ചെയ്യ കൃപയിൽ നന്നാതെ എന്താ പറയാതെ എന്താ പറയാ എന്താ ഇപ്പ ചെയ്യ കൃപയിൽ നന്നാതെ എന്താ പറയാതെ യേശുവിന്റെ കണ്ണു തങ്ങിച്ചങ്ങു തന്നു ചോറും തന്നെ തന്നെ സ്വന്തമാക്കി ഊരിൽ പാടുമാ തന്റെ ചുങ്ങിയാലെ അപ്പന്റെ സ്നേഹമേടെ മാറ്റി മാടിച്ചു ഊരിൽ പാടും തന്റെ ചങ്ങുമാക്കി അപ്പന്റെ സ്നേഹമേട് മാറ്റി മാടിച്ചു. എന്താ പറയാ എന്താ ഇപ്പ ചെയ്യ കൃപയിൽ നന്നാതെ എന്താ പറയാതെ കുറെ ലൈനുകൾ അവന്റെ കയ്യിൽ നിന്ന് വേടുകൾ പറയാൻ പറ്റുന്നില്ല അവന്. ഓക്കെ, ചുമക്കണ്ട. അയ്യോ കൊച്ചു ക്ഷീണിച്ചു പോയി പാട്ടുപാടി. രാവിലത്തെ എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഫ്ലെക്സീഡ് വാങ്ങിച്ചായിരുന്നേ. അപ്പം ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞ് കൂടുതലും എന്ത് വാങ്ങിച്ചാലും ഞാൻ ഈ പാക്കറ്റേ വാങ്ങിക്കത്തുള്ളൂ. ഈ ലൂസായിട്ടുള്ളത് കഴിവതും അവോയ്ഡ് ചെയ്യും. കാരണം ഇങ്ങനെ ചാക്കങ്ങനെ തുറന്നിരിക്കുമ്പോൾ ഇവിടെയൊക്കെ എലികളുണ്ട്, എലി എങ്ങനെ ചാടും അങ്ങനെ ചെയ്യുന്നുള്ളത് എൻ്റെ മൈൻഡിൻ്റെ അകത്ത്. അപ്പം ഞാൻ പുള്ളിക്കാരനോട് പാക്കറ്റ് വാല തരാൻ ഞാൻ ഫോൺ ചെയ്തത്. പക്ഷേ പാക്കറ്റ് വാല അല്ല വന്നത്, ഇങ്ങനെ ലൂസായിട്ടുള്ളതാണ് കൊണ്ടുവന്നത്. അപ്പം പിന്നെ ഞാനെന്തോ ഇതെന്നോ അതൊന്ന് കഴുകി. എൻ്റെ പൊന്നോ, ആരും കഴുകല്ലേ. കഴുകിയുണ്ടേ കുഴപ്പമില്ലായിരുന്നു. ഇത്തിരി അങ്ങോട്ട് കഴുകി ഇച്ചിരി വെച്ചിട്ട് ഈ ഒന്ന് എൻ്റെ കൈയൊക്കെ അങ്ങ് കുഴകുഴാന്നങ്ങായി. കഴുകിയാൽ അതിൻ്റെ ഇതെല്ലാം പോകുമെന്നോ എന്തോന്ന് എനിക്കറിയത്തില്ല. ഒരിക്കലും നിങ്ങൾ കഴുകരുത് കേട്ടോ, എൻ്റെ ഇതിൽ ഞാൻ പറയുക. അതങ്ങ് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ടും സ്റ്റാർട്ടിങ്ങിൽ അതങ്ങ് ഒട്ടിയിരിക്കുമായിരുന്നു. പിന്നെ കുറേ കഴിഞ്ഞാൽ അതിങ്ങനെ വെള്ളമെല്ലാം വാന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ ഇത് ഒന്നേലൊന്നേ തൊടാതെ ഇങ്ങനെ ആയത്. ഞാൻ ചിന്തിച്ചിന്ന് ഇത് വധമായി കിട്ടുമെന്ന്.
പക്ഷേ ശരിയായി കിട്ടി ലാസ്റ്റിൽ. അതൊന്ന് വറുത്തെടുക്കട്ടെ. ഇങ്ങനെ പൊട്ടിത്തെറിക്കും, അന്നേരം മൂട്ടെന്നറിയാം. പിന്നെ അത് തണുത്തിട്ട് ഞാനത് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഞാനൊരു ഡബ്ബയിലിട്ട് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ സ്പൂൺ എടുത്ത് കഴിക്കും. അത് നല്ലതാണ്, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് ഞാനിപ്പോൾ വീഡിയോയിൽ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ എന്തോ എങ്ങനെ ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, സാധനം ഞാൻ അവിടെ ഗ്യാസേ ഇരിക്കുന്നേ ഉള്ളൂ. തണുത്തതിന് ശേഷം ഞാനത് പൊടിച്ചെടുക്കുമായിരുന്നു. അപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, കായപ്പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടെ ഇങ്ങനെ പാനിൻ്റെ അകത്ത് വെച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി പൊടിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 2-3 വിസിലടിച്ച് ഞാനിങ്ങ് എടുക്കുമേ. കായപ്പൊടിയല്ല, ഉലുവാപ്പൊടി. മൂന്നാലല്ലി വെളുത്തുള്ളി ഇട്ടണം. അപ്പോൾ ഇന്നാൾ ഞാൻ അവിയലിന് നന്നായി അരച്ചില്ലേ, അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നായിരുന്നു, വിജി അവിയലിന് ഇത്ര അരയത്തില്ലെന്ന്. എനിക്കറിയാം അവിയലിന് ഇത്ര അരയത്തില്ലെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഞാൻ പെരട്ടിയല്ല എടുക്കുന്നത്. നമ്മൾ പെരട്ടി എടുക്കുവാണെങ്കിൽ ചതച്ചെടുത്താലും കുഴപ്പമില്ല. പക്ഷേ ഇത് നമ്മൾ ഇച്ചിരി ചാറായിട്ട് എടുക്കുമ്പം അങ്ങനെ ചതച്ചെടുത്താൽ തേങ്ങ ഇങ്ങനെ പീര പോലെ കിടക്കും. അന്നേരം അതൊരു രസമില്ല നമുക്കത് കഴിക്കാനായിട്ട്. പീര ഇങ്ങനെ വെള്ളവും പോലെ പീരയും പോലെ ഇങ്ങനെ കിടക്കുന്നത്. പക്ഷേ നമ്മൾ പെരട്ടി എടുക്കുവാണെങ്കിൽ ഇങ്ങനെ ചതച്ചാണ് എടുക്കുന്നത്. സാധാരണ അവിയലിന് ചതച്ചെടുത്ത് ഇങ്ങനെ പെരട്ടിയാണ് എടുക്കുന്നത്. ഇവിടെ ഈ പിള്ളേർക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്യുന്നതാണ്. അപ്പം ഞാൻ മുരിങ്ങയ്ക്കാതാണ്ട് ഇങ്ങനെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ഉപ്പും ഇട്ട് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ലാസ്റ്റിൽ ഇനിയും സാമ്പാർ വെന്തതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കും. അല്ലാതെ കുക്കറിൽ തന്നെ നമ്മളിപ്പം മുരിങ്ങയ്ക്ക ഇടുവാണെങ്കിൽ അത് അത്രയും കഷ്ണങ്ങളുടെ വേവില്ലല്ലോ. മുരിങ്ങയ്ക്കൊക്കെ കൊച്ചു വേവല്ല ഉള്ളത്. അത് മൊത്തത്തിങ്ങ് അലിഞ്ഞു പോവും. പിന്നെ തിന്നാനും കിട്ടത്തില്ല. ഇവിടെ കൊച്ചുമോന് അത് ഇങ്ങനെ ഈമ്പി തിന്നുന്ന ഇഷ്ടമാണ്. അപ്പോൾ ഇനിയൊരു കോവയ്ക്ക തോരൻ വെക്കുന്നുണ്ട്. അതിനായിട്ട് ഉള്ളിയും എല്ലാം ഒന്ന് വഴട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ കോവയ്ക്കയും കൂടി ഇട്ട് ഇത്തിരി ഉപ്പും ഇട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചവിടെ ഇടട്ടെ. എല്ലാ അമ്മമാരും ഇങ്ങനെ മക്കളെ എങ്ങനെ തീറ്റിക്കാം, എങ്ങനെ അവരുടെ വയറ്റിൽ കുറച്ച് വെജിറ്റബിൾ ചെല്ലും എന്നുള്ള പരിഗണനയിൽ എല്ലാവരും എങ്ങനെ അവർ കഴിക്കുമോ ആ രീതിയിൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ സാമ്പാർ ഇങ്ങനെ ഇച്ചിരി ഒന്ന് വെന്ത് പോയാലേ അത് കഷ്ണങ്ങൾ ചിലതേ ഇങ്ങനെ കാണത്തുള്ളൂ. ഉരുളൻകിഴങ്ങ് എടുത്ത് തിന്നും, പക്ഷേ കൊച്ചതിന് ഉരുളൻകിഴങ്ങും ചില സമയത്ത് ഇഷ്ടമല്ല. അതുകൊണ്ട് ഇങ്ങനെ സാമ്പാർ ഇച്ചിരി വേവിച്ചെടുക്കുന്നതിനെ അവന്മാർ അത് വയറ്റി ചെന്നോളുമല്ലേ, ആ അർത്ഥത്തിൽ ഞാനിങ്ങനെ വേവിച്ചെടുക്കുന്നതാണ്. ഞങ്ങൾ കഴിഞ്ഞ നാട്ടിൽ ചെന്നണ്ടേ, നാട്ടിൽ ഇങ്ങനെ വേവിച്ചെടുക്കത്തില്ല. പോള് കണ്ണും മിഴിച്ചിരിക്കുമായിരുന്നു ചോറുണ്ണാൻ നേരം. ഇത്രയും ചെറുതായിട്ടും അരിയത്തില്ല, ഇത്തിരി വലുതായിട്ടൊക്കെയാണ് അരിയുന്നതും. അപ്പോൾ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഞാൻ ഉടച്ചെടുത്തിട്ട് ഇനിയും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ വേവിച്ച മുരിങ്ങയ്ക്ക ഇപ്പോൾ ഇതിലിടും. കാരണം ആ മഞ്ഞപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ട് മുരിങ്ങയ്ക്ക വെളുത്ത് കിടക്കത്തില്ല, അല്ലെങ്കിൽ വെളുത്ത് ഇങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഒരു ഇച്ചിരി ഉപ്പും ഇട്ട് അതൊന്ന് വേവിച്ചെടുത്തത്. പിന്നെ അത് എനിക്കിനി കടുകൂടെ വറുത്താൽ മതി. മുരിങ്ങയൊക്കെ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ഇപ്പോൾ ഇച്ചിരി ചാറായിട്ടിരിക്കുക, പിന്നെ അതങ്ങ് കുറുകുകയായിരുന്നു. പിന്നെ തോരനും വെന്ത് പിന്നെ ഉച്ചക്കത്തൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകിട്ട് ഞാനും കൊച്ചുകൂടെ ഒന്ന് നടക്കാൻ പോയായിരുന്നു. അതുകൊണ്ട് ഇന്ന് എൻ്റെ പ്രൈസമ്മോന് ഓട്ടോഗ്രാഫ് എൻ്റെ അടുത്ത് എനിക്ക് സൈൻ കിട്ടിയെന്ന്. അപ്പോഴല്ലേ ഞാൻ പറഞ്ഞ ഓട്ടോഗ്രാഫാന്ന്. അപ്പം ഞാനും കൊച്ചുകൂടെ ഒന്ന് നടക്കാൻ പോയിട്ട് വന്ന് ലിഫ്റ്റിന് നിൽക്കുക, താഴെ വിങ്ങിൽ വന്ന് നിൽക്കുക. അപ്പോൾ ഇന്ന് ഈ സ്റ്റെപ്പും ഇവിടെ എല്ലാം ഫ്ലോറെല്ലാം ഇന്ന് കഴുകി. മാസത്തിൽ ഒരു ദിവസമോ 2 ദിവസം കൊണ്ട് അങ്ങനെ ചെയ്യും. അപ്പം ഇന്നതായിരുന്നു പരിപാടി അവരുടെ. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിന് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്യണേ, കമൻ്റ് ഇടണേ, ഷെയർ ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ഷെയർ കൂടെ ചെയ്തേരെ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തിട്ട് ബെല്ലൈക്കോട്ടനോടൊന്ന്
പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതുകൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലെസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ, സി യു.